ഹായ് ഗൈസ്, ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 6:45. അപ്പം മക്കൾ പറഞ്ഞു അമ്മ അന്ന് വൈകിട്ട് ചപ്പാത്തി തന്നെ വേണം പറഞ്ഞു. എന്നാൽ പിന്നെ ശരിയെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു. അതിൽ കുറച്ച് ഉപ്പുപൊടിയും പഞ്ചസാരയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഉപ്പും പഞ്ചസാരയും ഇടുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും തന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് മാവിന് നല്ലപോലെ അങ്ങോട്ട് കുഴച്ച് ഉരുളയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു 10-25 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വെച്ച് ഇരുന്നാലാണ് ചപ്പാത്തി നല്ല സ്മൂത്ത് ഉണ്ടാവുക. അങ്ങനെ ഇഷ്ടു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, ആവശ്യത്തിനുള്ള പച്ചമുളക്, ഉപ്പ്, വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഇഞ്ചി ഇടാനൊന്നും ഒട്ടും സമയമില്ല. പിള്ളേർ ഉറങ്ങുമ്പോഴേക്കും അവർക്ക് വേഗം കഴിക്കാനുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഒരു 3 വിസിലടിച്ചു കൂട്ടാ. അപ്പോഴേക്കും എന്തേ നമ്മുടെ മാവൊക്കെ ഇവിടെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. അതിനൊരു ബോൾ പോലെ ആക്കിയിട്ട് ഓരോരോ ചപ്പാത്തിയായിട്ട് പരത്തി ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഇതിന് ഓരോരോന്നായിട്ട് ഇനി നമുക്ക് ചുട്ടെടുക്കണമല്ലോ. അപ്പോൾ പരത്തി അതങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോഴേക്കും ഇതേ നമ്മുടെ വിസിലൊക്കെ പോയി നല്ല സെറ്റായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിന് ഞാനൊരു കപ്പ് വെച്ച് നല്ലപോലെ അങ്ങോട്ട് ഉടച്ചെടുത്താണ് കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ഇഞ്ചി ഇട്ടുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ എനിക്ക് ഇടാനുള്ള സമയം കിട്ടില്ല. അങ്ങനെ ഇതേ കുറച്ച് ഓയിൽ ഒഴിച്ചു, കുറച്ച് കടുക് ഇട്ടു, ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ടു. അങ്ങനെ ചടപടപടാന്ന് അതൊക്കെ അങ്ങോട്ട് പൊട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടു കറിക്ക് ആ കടുക് പൊട്ടിച്ചതിന് നേരെ ആ കറിയിലെടുത്തൊഴിച്ചു. ആ കറീനെ വേഗം വേറൊരു ബൗളിലേക്ക് മാറ്റി. അങ്ങനെ നമ്മുടെ ഇഷ്ടു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഇങ്ങനെയാണോ ഇഷ്ടു കറി ഉണ്ടാക്കുക? എനിക്കൊന്നും അറിയില്ല. എനിക്ക് സമയം ഒട്ടുമില്ല ഇന്നേക്ക്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു ഇഷ്ടു കറിയാണ് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ പരത്തി വെച്ച ചപ്പാത്തിൻ്റെ ഇങ്ങനെ ഓരോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുത്തു കേട്ടോ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല പൊള്ളം വരാറുണ്ട് കേട്ടോ. അതായത് നല്ല സ്മൂത്തായിട്ട് കിട്ടാറുണ്ട്. പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മാവ് കുഴയ്ക്കുന്നത്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ചൂടുവെള്ളം ഒഴിച്ച് മാവ് കുഴച്ച് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ലപോലെ സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് ചൂടുവെള്ളം വെച്ച് തിളപ്പിച്ചത് ഒഴിച്ച് കുഴച്ച് വെക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വേഗം പച്ചവെള്ളത്തിൽ തന്നെ പൊടി കുഴച്ചത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. കണ്ട എൻ്റെ ചപ്പാത്തി നല്ല പൊള്ളം വരുന്നില്ലേ? ഇങ്ങനെ വേണം ചപ്പാത്തി കഴിക്കാനും. അതേപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മക്കൾക്ക് ഇത് കഴിക്കാൻ എടുത്ത് കൊടുക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ.